സോ നമ്മൾ നോക്കാൻ പോകുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ഇക്വേഷൻസ് റെഡ്യൂസിബിൾ ടു ലീനിയർ ഇക്വേഷൻസ് വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ് എന്ന് പറയുന്ന സെക്ഷനിൽ കോഷീസ് ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻ ആണ്. അപ്പൊ എന്താണ് കോഷീസ് ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷന്റെ ഫോം എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നോക്കി എക്സ് റൈസ് ടു എൻ ഡി റൈസ് ടു എൻ വൈ ബൈ ഡി എക്സ് റൈസ് ടു എൻ പ്ലസ് കെ വൺ എക്സ് റൈസ് ടു എൻ മൈനസ് വൺ ഡി റൈസ് ടു എൻ മൈനസ് വൺ വൈ ബൈ ഡി എക്സ് റൈസ് ടു എൻ മൈനസ് വൺ പ്ലസ് എക്സെട്ര കെ എൻ മൈനസ് വൺ എക്സ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് കെ എൻ വൈ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ്. ഇങ്ങനെ ഒരു ഫോമിലുള്ള ഫംഗ്ഷനെയാണ് ഇക്വേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോഷീസ് ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് എക്സ് റൈസ് ടു എൻ nth ഓർഡർ ഡെറിവേറ്റീവ്, ഒരു കോൺസ്റ്റന്റ് എക്സ് റൈസ് ടു എൻ മൈനസ് വൺ n-1 ഓർഡർ ഡെറിവേറ്റീവ്, അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് ലാസ്റ്റ് ഒരു കോൺസ്റ്റന്റിന് y വരെ വരുന്ന രീതിയിലാണ് വരുന്നത്. ഇനി ഈ ഇക്വേഷൻ നമ്മൾ ലീനിയർ ഇക്വേഷനിലോട്ട് മാറ്റണമെങ്കിൽ നിങ്ങൾ കാണാതെ പഠിച്ചു വയ്ക്കേണ്ട ഒരു രീതിയാണ്. നോക്കിയേ, എപ്പോൾ കോഷീസ് ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു ടി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ ടി എന്തായിരിക്കും? ഇ റൈസ് ടു ടി അപ്പുറത്ത് വരുമ്പോൾ ടി ഈക്വൽ ടു ലോഗ് എക്സ് ആയിരിക്കും. പിന്നെ നമ്മൾ സാധാ കൊടുക്കുന്ന പോലെ ഡി ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ആക്കുക. നമ്മൾ ഡി ബൈ ഡി എക്സ് ആണ് ഡി ഇത്ര നേരം വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തുകൊണ്ട് ഡി ബൈ ഡി ടി ആണ് ഡി എങ്കിൽ നിങ്ങൾ ഇതുകൂടി കാണാതെ പഠിക്കുക. എക്സ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ഡി വൈ ആയിരിക്കും. എക്സ് സ്ക്വയർ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഡി ഇൻറ്റു ഡി മൈനസ് വൺ ഇൻറ്റു വൈ ആയിരിക്കും. അതേപോലെ ഡി ഇൻറ്റു ഡി മൈനസ് വൺ ഇൻറ്റു ഡി മൈനസ് ടു വൈ ആയിരിക്കും, എക്സെട്ര. ഇതേപോലെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പൊ ഇത്രയും വെച്ചിട്ട് നമുക്ക് ലീനിയർ ഇക്വേഷൻ പോലെ ആക്കി അത് സോൾവ് ചെയ്യാൻ പറ്റും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നോക്കിയേ, സോൾവ് എക്സ് സ്ക്വയർ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു ലോഗ് എക്സ്. അപ്പൊ ഇങ്ങനെ ഒരു ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോഴേ എന്ത് ചെയ്യണം? പുട്ട് എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു ടി എന്ന് കൊടുക്കണം. ദാറ്റ് ഈസ് ടി എന്താണ്? ടി ഈസ് ഈക്വൽ ടു ലോഗ് എക്സ്. ആൻഡ് നമ്മൾ എഴുതി ഇഫ് ഡി ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി. എല്ലാ ക്വസ്റ്റ്യനിലും ഇതേപോലെ തന്നെയാണ്. ഓക്കെ, ഇനി എക്സ് സ്ക്വയർ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ വരെ എന്ത് എഴുതാം? ഡി ഇൻറ്റു ഡി മൈനസ് വൺ ഇൻറ്റു വൈ. എങ്ങനെ വന്നു എഴുതണ്ട, നമ്മൾ ഈ ഒരു സാധനം മാത്രം എഴുതിയാൽ മതി. ഡി ഇൻറ്റു ഡി മൈനസ് വൺ വൈ മൈനസ് എക്സ് ഡി വൈ ബൈ ഡി എക്സ് വരെ എന്ത് എഴുതാം? ഡി വൈ പ്ലസ് വൈ ഈസ് ഈക്വൽ ടു ലോഗ് എക്സ്. ഇനി നമുക്ക് ഇത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഡി സ്ക്വയർ മൈനസ് ഡി വൈ മൈനസ് ഡി വൈ പ്ലസ് വൈ ഈസ് ഈക്വൽ ടു ലോഗ് എക്സ്. അപ്പൊ ഇതെന്ത് വരും? ഡി സ്ക്വയർ മൈനസ് ഡി വൈ മൈനസ് ഡി വൈ. അപ്പൊ ഇതെന്ത് വരും? ഡി സ്ക്വയർ മൈനസ് ടു ഡി വൈ പ്ലസ് വൈ ഈസ് ഈക്വൽ ടു ലോഗ് എക്സ് അല്ല, ലോഗ് എക്സിന് പകരം നമ്മൾ എന്താക്കണം? എക്സ് മാറ്റി ടി ആയി കൊടുക്കണം അല്ലെ. അപ്പൊ ഇതെല്ലാം മാറുമല്ലോ. ലോഗ് എക്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? ടി ആണെന്നാണ് പറഞ്ഞത്. സോ ഇത് ടി ആണ്, ഇത് ടി ആണ്, ഇതും ടി ആണ്. ഓക്കെ, ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാം? നമ്മൾ സാധാരണ ഒരു സെക്കൻഡ് ഓർഡർ ലീനിയർ ഇക്വേഷൻ പോലെ ആയി അല്ലെ, കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് പോലെ ആയി. അപ്പൊ നമുക്ക് സാധാ പോലെ കണ്ടുപിടിക്കാം. ദ സൊല്യൂഷൻ y ഈസ് ഈക്വൽ ടു എന്താ നമ്മൾ സൊല്യൂഷൻ പറയുന്നത്? y ഈസ് ഈക്വൽ ടു എന്താ പറയുന്നത്? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇന്റഗ്രൽ. ഈ കോംപ്ലിമെന്ററി ഫംഗ്ഷന് പകരം പല രീതിയിലുള്ള അക്ഷരങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അത് നിങ്ങളിപ്പോൾ എന്ത് സാധനം കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഒരു സാധനം മാത്രം പഠിച്ചാൽ മതി. y ഈസ് ഈക്വൽ ടു കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇന്റഗ്രൽ എന്ന് എഴുതിയാൽ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കണം അല്ലെ. ടു ഫൈൻഡ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ നമ്മൾ ഈക്വൽ ടു 0 കൊടുക്കും അല്ലെ. ഡി സ്ക്വയർ മൈനസ് ടു ഡി വൈ പ്ലസ് വൈ ഈക്വൽ ടു 0. then the corresponding auxiliary equation എന്ന് പറയുന്നത് എന്തായിരിക്കും? എം സ്ക്വയർ മൈനസ് ടു എം പ്ലസ് വൺ ഈക്വൽ ടു 0. അതായത് നോക്കിയാൽ ഇത് നമ്മൾ വേണമെങ്കിൽ ഇങ്ങനെ എഴുതും. ഡി സ്ക്വയർ വൈ ഉണ്ട് ഇവിടെ, ഡി സ്ക്വയർ വൈ ആണ്, ഇതെല്ലാം ഡി സ്ക്വയർ വൈ ആണ് കേട്ടോ. അപ്പൊ നോക്കിയേ, ഇവിടെ എന്ത് വരും? ഡി സ്ക്വയർ മൈനസ് ടു ഡി പ്ലസ് വൺ ഇൻറ്റു വൈ ഈക്വൽ ടു 0 എന്ന് വരും. അതിൽ നിന്നാണ് ഓക്സിലറി ഇക്വേഷൻ എഴുതുന്നത്. എം സ്ക്വയർ മൈനസ് ടു എം പ്ലസ് വൺ ഈക്വൽ ടു 0. അപ്പൊ ഇതെന്താണ്? എം മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ ആണല്ലേ. അപ്പൊ എം മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. എം ഈക്വൽ ടു വൺ എന്ന് പറയുന്ന ഒരേ സാധനമായിരിക്കും സൊല്യൂഷൻ ആയിട്ട് വരുന്നത്. therefore കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. c1 പ്ലസ് c2x ഇൻറ്റു ഇ റൈസ് ടു എക്സ്. ഇ റൈസ് ടു m1x ആണ് വരുന്നത്. ഇവിടെ 1 ആണ് കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്നത്. സോ ഇ റൈസ് ടു എക്സ്. ഇതാണ് എന്ത്? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ടു ഫൈൻഡ് പർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിക്കണം. നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് ഇക്വേഷൻ ഇതുപോലെ ഒന്നുകൂടി എടുത്ത് എഴുതാം. എന്ത് വരും? ഡി സ്ക്വയർ മൈനസ് ടു ഡി പ്ലസ് വൺ ഇൻറ്റു
y ഈസ് ഈക്വൽ ടു 0. സോറി 0 അല്ല t ആണല്ലേ, അവിടെ നമ്മൾ നേരത്തെ ഹോമോജീനിയസ് ഇക്വേഷനിൽ എഴുതിയത്. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് നമുക്ക് തന്നേക്കുന്ന ഇക്വേഷനിലാണെങ്കിൽ t ആണ്. ഇതെന്ന് പറയുന്നത് d-1 ഹോൾ സ്ക്വയർ അല്ലേ, അപ്പൊ d-1 ഹോൾ സ്ക്വയർ ഇൻറ്റു y ഈസ് ഈക്വൽ ടു t എന്ന് കിട്ടും. y ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ d-1 ഹോൾ സ്ക്വയർ ഇൻറ്റു t എന്ന് കിട്ടും. വിച്ച് ഇംപ്ലൈസ് y ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, d-1 ഹോൾ റേസ് ടു -2 ഇൻറ്റു ടി എന്ന് എഴുതാം അല്ലെ. ഇനി d-1 ഹോൾ റേസ് ടു -2ന്റെ എക്സ്പാൻഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ എക്സ്പാൻഷൻ നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. സോ y ഈസ് ഈക്വൽ ടു എന്താ എക്സ്പാൻഷൻ വരുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ, 1 പ്ലസ് 2d പ്ലസ് 3d സ്ക്വയർ പ്ലസ് എക്സെട്ര എന്നാ വരുന്നത്. അപ്പൊ 1 പ്ലസ് 2d പ്ലസ് 3d സ്ക്വയർ പ്ലസ് എക്സെട്ര ഇൻറ്റു ടി എന്ന് വരും അല്ലെ. അപ്പൊ നമുക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, y ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു ടി, ടി ആണ്, പ്ലസ് 2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടി എന്നാണ്. അപ്പൊ 2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടി എന്ന് പറയുന്നത് 1 ആണ്, പ്ലസ് 3 ഇൻറ്റു സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ടി. ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 1 കിട്ടും, സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0 കിട്ടും അല്ലെ. അപ്പൊ y ഈസ് ഈക്വൽ ടു എന്താ കിട്ടുന്നത്, ടി പ്ലസ് 2 ആണ് കിട്ടുന്നത്, ടി പ്ലസ് 2. സോ നമുക്ക് എന്ത് പറയാം, ഇതാണ് നമ്മളുടെ പർട്ടിക്കുലർ ഇന്റഗ്രൽ എന്ന് പറയുന്നത്. സോ അവർ സൊല്യൂഷൻ ഈസ് എന്താണ് വരുന്നത്, സൊല്യൂഷൻ ഈസ് y ഈസ് ഈക്വൽ ടു കോംപ്ലിമെന്ററി സൊല്യൂഷൻ പ്ലസ് പർട്ടിക്കുലർ ഇന്റഗ്രൽ എന്നാണ്. കോംപ്ലിമെന്ററി സൊല്യൂഷൻ നമുക്ക് കിട്ടിയത് c1 പ്ലസ് c2 എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് ആണ്, പ്ലസ് പർട്ടിക്കുലർ ഇന്റഗ്രലിൽ കിട്ടിയത് ടി പ്ലസ് 2 ആണ്. ഇവിടെ ഇ റൈസ് ടു എക്സ് അല്ല കേട്ടോ, ഇവിടെ ഇ റൈസ് ടു ടി ആണ് വരുന്നത്. നമ്മൾ ടിയിലല്ല ഈ സാധനങ്ങളെല്ലാം എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നോക്കി ഇവിടെ എന്താ വരുന്നത്, നമുക്ക് നേരത്തെ കിട്ടിയതിൽ ഇ റൈസ് ടു ടി ആണ്. നോക്കി ഒരു മിനിറ്റ്, c1 x അല്ല, ഇവിടെ എല്ലാം എന്താ വരുന്നത്, ടി ആ വരുന്നത്, c2 t ഇ റൈസ് ടു ടി. ഓക്കെ, അപ്പൊ റൈറ്റ് സൈഡിൽ എന്താ വരുന്നത്, ഇവിടെ എക്സിന് പകരം എന്ത് കൊടുക്കണം, ടി കൊടുക്കണം. സോ ഇനി നമ്മൾക്ക് ഇതിനെ മാറ്റണം അല്ലെ, ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ടി പ്ലസ് 2 ആണ്. ഇതിനെ മാറ്റി എക്സിന്റെ ടേമിലോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് വരും, c1 പ്ലസ് c2 ടിക്ക് പകരം നമ്മൾ പറഞ്ഞത് ലോഗ് എക്സ് എന്നാണ്, ഇൻറ്റു ഇ റൈസ് ടു ടി എന്ന് പറഞ്ഞത് എക്സ് എന്നാണ് പറഞ്ഞത്, പ്ലസ് ടിക്ക് പകരം ലോഗ് എക്സ് കൊടുക്കാം, ലോഗ് എക്സ് പ്ലസ് 2. ഇതായിരിക്കും നമ്മളുടെ എന്ന് പറയുന്നത് ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ?